Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ റെനോ സീരീസിലെ ഒരു ഡിവൈസാണ്. അപ്പോൾ ഓപ്പോ റെനോ 10 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 3 ഡിവൈസസ് ആണ് ഇതിൽ വരുന്നത്. ഓപ്പോ റെനോ 10 പ്രോ പ്ലസ്, റെനോ 10 പ്രോ, അതേപോലെ തന്നെ മൂന്നാമത്തെ അതായത് ബേസ് വേരിയൻ്റായ ഓപ്പോ റെനോ 10. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെനോ 10 5G ആണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അതിനൊപ്പം തന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാം. ഇതിൻ്റെ വില എനിക്ക് ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ല. പ്രോബ്ലി ഒരു 30,000 to 32,000 ഉള്ളിലായിരിക്കും. അതായത് 32,000 ഡിവൈസിനായിരിക്കും അതിൻ്റെ ഉള്ളിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രോബ്ലി ആദ്യമായിട്ടായിരിക്കും ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. അതായത് 32 മെഗാപിക്സൽ 2x ടെലിഫോട്ടോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു 64 or 50 or 108 മെഗാപിക്സൽ ക്യാമറയൊക്കെ ഉണ്ടാവും. പക്ഷേ സെക്കൻഡറി തേർഡ് ക്യാമറ 8 2 വരാറ്. പക്ഷേ ഇവിടെ നമുക്ക് 8 മെഗാപിക്സലാണ് അൾട്രാ വൈഡ്. പക്ഷേ മാക്രോന് പകരം ഒരു 32 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ പോർട്രേറ്റ്സ് എടുക്കാൻ വളരെ മികച്ച ഡിവൈസ് ആണെന്നാണ് ഓപ്പോൻ്റെ വാദം. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പോ റെനോ 10 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഓപ്പോ റെനോ 10 5G. ബോക്സിൻ്റെ ബാക്കിൽ കാര്യമേ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. 8GB 256GB സ്റ്റോറേജ് ആണ്. അതേപോലെ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. 5G ബാൻഡ്സിൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ വാല്യൂ 0.99 ഹെഡും 0.67 ബോഡി സാറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. 38,999 കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും എന്താണെങ്കിൽ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻ്റ് ഒരു 30,000 അല്ലെങ്കിൽ 31,000 റുപ്പീസിനായിരിക്കും വരിക. ഇത് ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്പോൻ്റെ വേറൊരു ബോക്സ് കാണാം. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്തൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു TPU കേസാണ്. സൈഡിലൊരു മാറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു TPU കേസാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ്. അത് കഴിഞ്ഞ് ഡിവൈസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 67 watt സൂപ്പർ വൂക്കാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് ബ്ലൂ കളർ വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാ റെനോ 10 സീരീസിലെ ആ ക്യാമറ യൂണിറ്റ് പ്രത്യേകത നല്ലൊരു ഇതാണ്. പ്രൈമറി ക്യാമറ, പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസും, പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡാണ്. AI പോർട്രേറ്റ് ക്യാം എഴുതിയതാണ്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. എന്നാലും നല്ലൊരു ഫിനിഷ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്. ഓപ്പോൻ്റെ ബ്രാൻഡിങ് കാണാം. സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. അതേപോലെ താഴെ എന്താ പറയുക, കുറച്ച് കേർവ്ഡ് താഴത്തെ പാനലാണ്. ഇവിടെ USB Type-C പോർട്ട്, സിം ട്രേ, സ്പീക്കർ യൂണിറ്റും കാണാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ഡിസ്പ്ലേ കേർവ്ഡ് ആണ് ഫ്രണ്ട് പാനലിൽ. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഫ്ലാറ്റ് പാനലാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ നല്ലതാണ്. നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടുന്നത്. കുറച്ച് കോമ്പാക്ട് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇൻഹാൻഡ് എബിലിറ്റി അത്യാവശ്യം നല്ല സ്ലിമ്മുമാണ്, ലൈറ്റ് വെയ്റ്റ് ഡിവൈസുമാണ്. ഈ ക്യാമറ പ്രൊജക്ഷൻ കുറച്ചുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതല്ല ഗ്ലാസ് അല്ല, എങ്കിലും നല്ലൊരു പ്രീമിയം ഫീല് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഫോൺ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അബൌട്ട് ഫോണിൽ പോയിട്ട് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് നമുക്ക് ഹൈ കൊടുക്കാം. ഇപ്പോൾ സ്ക്രീൻ 60 ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നല്ലതാണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ 100% DCI P3 കളർ ഗ്യാമറ്റ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ HDR സപ്പോർട്ട്, HDR10+ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 950 nits പീക്ക് ബ്രൈറ്റ്നസ് വരെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ലെവലാണ്. പിന്നെ ഡിസ്പ്ലേ കേർവ് ഡിസ്പ്ലേ ആണ്. നമുക്ക് രണ്ട് സൈഡിലും കേർവ്ഡ് ഉണ്ട്. നല്ലൊരു ഇൻഹാൻഡ് എബിലിറ്റിയാണ്. ടച്ച് റെസ്പോൺസും നല്ലതാണ്. അതിനൊപ്പം തന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഡിസ്പ്ലേനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായ പോരായ്മകളൊന്നും തന്നെ പറയാനില്ല. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ColorOS 13 ആണ് വരുന്നത്. Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലേക്ക് പോകാം. അബൌട്ട് ഡിവൈസ്,
ഇതല്ലേ Oppo Reno 10 Dimensity 7050 ചിപ്പാണ് വരുന്നത്. 8GB റാമാണ്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും 8GB റാം തന്നെയാണ്. ചേഞ്ച് വരുന്നത് സ്റ്റോറേജിലാണ്. 256ഉം 128 ആണ് വരുന്നത്. പിന്നെ 32 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 64+32+8 ആണ് വരുന്നത്. അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ. പിന്നെ സോഫ്റ്റ്വെയറിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളർ വോയിസിൽ വരുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാൾപേപ്പർ ആൻഡ് തീമിങ്, അതിൽ നമുക്ക് കണ്ടില്ലേ ഒരുപാട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, കളേഴ്സ്, എഡ്ജ് ലൈറ്റിംഗ്, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ എല്ലാം തന്നെ ചേഞ്ച് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, സിമ്പിൾ മോഡ്, കിഡ്സ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാലും അസിസ്റ്റീവ് ബോൾ, വൺ ഹാൻഡഡ് മോഡ്, പവർ ബട്ടൺ, കസ്റ്റമൈസേഷൻ, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ UI നല്ലതാണ്. എന്താ പറയുക, നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ നല്ലതാണ്. പക്ഷേ ഒരു മേജർ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ബ്ലോട്ട്വെയർസ് നിങ്ങളൊന്ന് കാണണം. ഇത് കണ്ടോ, എത്രങ്ങാനും ബ്ലോട്ട്വെയർസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ഹോട്ട് ഫ്രീ ഗെയിംസ്, കുറേ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് ആപ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. നെറ്റ്ഫ്ലിക്സ്, പേടിഎം, ഫോൺ പേ, പിന്നെന്താ ഷെയർ ചാറ്റ്, സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, ടോൾ റണ്ണർ, വേം, എല്ലാ ആപ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആരോ ഒരാൾ ട്വിറ്ററിൽ ഇടേണ്ടായി ഏതാണ്ട് 68 69 പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്തിനാണ് ഇത്രയും ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നും സാധാരണ ഒരാളും യൂസ് ചെയ്യുന്ന ആപ്സ് അല്ല. ഈ സത്യം പറഞ്ഞാൽ ഇത് ബ്രാൻഡ്സ്, ഇത് ശരിക്കും പണ്ടൊരു ആഡ് സീൻ ഉണ്ടായിരുന്നല്ലോ, അതായത് ആഡ്സ് പുഷ് ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പോൾ ആഡ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിനും പോയി. അതേ സീനാണ് ഇപ്പോൾ ഈ ബ്ലോട്ട്വെയർസിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബ്രാൻഡ്സും സ്റ്റഫ് ചെയ്യാണ് ബ്ലോട്ട്വെയർസ്. ഈവൻ OnePlusൻ്റെ ബഡ്ജറ്റ് ഫോണിലും ഉണ്ട്. വിവോയും ഓപ്പോയും ഷവമി കുറച്ച് കുറവാണ് റിലേറ്റീവ്ലി, എന്നാലും ഉണ്ട്. പോക്കോ ഉണ്ട്. എല്ലാത്തിനും ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഇപ്പോൾ OnePlusൻ്റെ പ്രീമിയം ഫോൺസൊക്കെ എടുത്താൽ കുറച്ചും കൂടെ കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇത് ഒരു ലിമിറ്റിനപ്പുറമാണ് ബ്ലോട്ട്വെയർസ് ഉള്ളത്. ഇത് ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓപ്പോ ശരിക്കും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമാണ്. ഇത്രയും ബ്ലോട്ട്വെയർസ് ഒരു അൺസൈക്കബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയധികം ബ്ലോട്ട്വെയർസാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഗെയിംസാണ്, ഒരുപാട് ഗെയിംസാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാ ഇത്രയധികം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടില്ലേ? നോക്കി എന്തോരം ഗെയിംസ് കിടക്കണം. ഇതെല്ലാം തന്നെ ഗെയിംസാണ്. ഒരെണ്ണം പോലും യൂസ്ഫുൾ ആപ്സ് ഇല്ല. ഫ്രീ ഗെയിംസ്, ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സ് 3 ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും മോശമാണ് ബ്ലോട്ട്വെയർ സീന്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഈ സെഗ്മെൻറ്റിൽ 32 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസുള്ള ഏക ഡിവൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ പ്രൈമറി 64 മെഗാ പിക്സൽ ക്യാമറയാണ്. പ്രൈമറി ക്യാമറ ഒരു ഒംനിവിഷൻ സെൻസറാണ്. അതാണ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നിയത്. ടെലിഫോട്ടോ ലെൻസ് സോണി IMX 709 എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അൾട്രാവൈഡും സോണി സെൻസറാണ് 355 എന്തോ ആണ്. പക്ഷേ പ്രൈമറി ക്യാമറ ഒംനിവിഷനാണ്. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സെൽഫി ക്യാമറയും 32 മെഗാ പിക്സലാണ്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ 2x 5x സൂം ഉണ്ട്. അതേപോലെ തന്നെ നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ജസ്റ്റ് നോക്കാം. 4K സപ്പോർട്ട് ഉണ്ട്. പക്ഷേ 4K 60 FPS ഇല്ല. 4K 30 FPS മാത്രമേ സപ്പോർട്ടുള്ളൂ. അതാ ഡിമെൻസിറ്റി 7050ൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പോർട്രേറ്റ്സ് ഉണ്ടല്ലേ, നമുക്ക് 2x ആണ് ബൈ ഡീഫോൾട്ട് എടുക്കുന്നത്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ UI എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ജനറലി പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നാണ് ഓപ്പോ റെനോ സീരീസും F സീരീസും ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും പോർട്രേറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ക്യാമറ സാമ്പിൾസ് ആണ് വന്നിരിക്കുന്നത്. ഡേ ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽ ഉണ്ട്, നല്ല ഷാർപ്നെസ് ലെവൽസും ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് ലോ ലൈറ്റിലേക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രൈമറി ക്യാമറയിലെ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതിലും ഞാൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ദ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ടെലിഫോട്ടോ ലെൻസ് നല്ലതാണ്. പോർട്രേറ്റിന് നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 67 വാട്ട് ചാർജിങ് ആണ്. അറൗണ്ട് 40-45 മിനിറ്റ്സ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഫുൾ ചാർജ് ആവാൻ. ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം 5000 mAh ബാറ്ററി ഉണ്ടല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടാം. ഡിമെൻസിറ്റി 7050 ആണ് ചിപ്പ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ LPDDR4X റാമേ ഉള്ളൂ. UFS 2.2 സ്റ്റോറേജേ ഉള്ളൂ. 3.1 ഇല്ല. 30,000 രൂപയുടെ മുകളിലായിട്ടും 3.1 ഇല്ല എന്നുള്ളതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്. അതിനൊപ്പം തന്നെ LPDDR4X റാമേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ കുറച്ച് പെർഫോമൻസിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഡിമെൻസിറ്റിൻ്റെ 7050 എന്ന് പറഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് ചിപ്പാണ്. ഐ മീൻ അത്രയ്ക്ക് ഒരു പവർഫുൾ ഒന്നും അല്ല. അതിൽ നല്ലത് ഡിമെൻസിറ്റി 8200 അല്ലെങ്കിൽ 8050 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് അല്ല ഇത്. എങ്കിലും ക്യാമറ സെൻട്രിക് ആണ്. എന്താ പറയുക, ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ്, ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഇല്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഓപ്പോ റെനോ 10 ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത്. ഏതാണ് 30,000 to 32,000 രൂപേൻ്റെ ഇടയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻ്റെ പ്രൈസിങ്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ പ്രൈസ് അറിയില്ല എങ്കിലും ഞാൻ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓപ്പോ റെനോ 10 5Gനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.